നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. പിണറായി വിജയന്റെ വസതിയിലെ ഇഡി റെയ്ഡിന് പിന്നാലെ തലസ്ഥാനത്തുണ്ടായ തെരുവ് യുദ്ധത്തിന്റെ ചൂടടങ്ങിയിട്ടില്ല. ഇപ്പോഴും ഇഡി ആക്രമിച്ചിട്ടുള്ള മറ്റു പ്രതികൾ ഒളിവിലാണ്. ചിലരെ അറസ്റ്റ് ചെയ്തു, ചിലർ സ്വയം കീഴടങ്ങി. ഇപ്പോഴും കണ്ടാൽ അറിയാവുന്ന ആളുകൾക്കെതിരെ തന്നെ കേസെടുത്തിട്ടുണ്ട്. അവരൊക്കെ തന്നെ ഒളിവിലാണ്. വരും ദിവസങ്ങളിൽ അവരെ കൂടി അറസ്റ്റ് ചെയ്ത് കടുത്ത നടപടികളിലേക്ക് നീങ്ങാൻ തന്നെയാണ് പോലീസിന്റെ നീക്കം. ഇപ്പോൾ പല മേഖലകളിലും ഇപ്പോൾ പാർട്ടി തന്നെ ആഹ്വാനം ചെയ്തിട്ടുണ്ട്. ഇതിനെതിരെ ശക്തമായിട്ടുള്ള പ്രതിഷേധങ്ങൾ നടത്തണം. ഈ ഇഡി റെയ്ഡ് നടന്ന അന്നേ ദിവസം പലയിടത്തും പന്തം കൊളുത്തി പ്രകടനങ്ങളും നടന്നിരുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ പല മേഖലകളിലും അതിശക്തമായിട്ടുള്ള ഭാഷയിലാണ് കേന്ദ്ര സർക്കാരിൻ്റെ ഈ ഒരു നയത്തിനെതിരെ CPM വിമർശിച്ചുകൊണ്ട് രംഗത്ത് വരുന്നത്. ഏതായാലും ഇപ്പോൾ ചില വെല്ലുവിളികൾ അത് ഏറെ വിമർശനങ്ങൾക്കിടയാക്കുകയാണ്. ഇതിനെ വെല്ലുവിളി എന്ന് പറഞ്ഞാൽ പറ്റില്ല, കൊലവിളിയാണ് CPM സഖാക്കൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. പോലീസിനെതിരെ പരസ്യ ഭീഷണിയുമായി ഇപ്പോൾ CPM പാലക്കാട് ജില്ലാ സെക്രട്ടറി EN സുരേഷ് ബാബു ആണ് രംഗത്ത് വന്നിരിക്കുന്നത്. പാലക്കാട് ടൗൺ നോർത്ത് പോലീസ് സ്റ്റേഷനിലെ ഇൻസ്പെക്ടർക്കെതിരെയാണ് കടുത്ത ഭാഷയിൽ ജില്ലാ സെക്രട്ടറി ഭീഷണി മുഴക്കിയത്. ഇടതുപക്ഷ പ്രവർത്തകരോട് മാന്യത വിട്ട് പെരുമാറിയാൽ നെഞ്ചത്ത് കയറി താളമേളം ചവിട്ടുമെന്നാണ് സുരേഷ് ബാബുവിന്റെ പരസ്യ താക്കീത്. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ തിരുവനന്തപുരത്തെ വാടക വസതിയിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നടത്തിയ റെയ്ഡിനെതിരെ പാലക്കാട് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച പ്രതിഷേധ പ്രകടനത്തിന് ശേഷമുള്ള പൊതുയോഗത്തിലായിരുന്നു വിവാദ പ്രസംഗം. തലസ്ഥാനത്ത് ED സംഘത്തെ തടഞ്ഞ് ആക്രമിച്ച സംഭവം കേവലം ഒരു സാമ്പിൾ വെടിക്കെട്ട് മാത്രമാണെന്നും യഥാർത്ഥ പൂരം ഇനി കാണാൻ കിടക്കുന്നതേയുള്ളൂവെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. പാലക്കാട് ടൗൺ നോർത്ത് CIയെ വ്യക്തിപരമായി പരാമർശിച്ചുകൊണ്ടായിരുന്നു ജില്ലാ സെക്രട്ടറിയുടെ ഈ ഒരു പ്രസംഗം. നോർത്തിലൊരു CI ഉണ്ട്, അവന് വല്ലാത്ത ചൊറിച്ചിലാണ്. ആ ചൊറിച്ചിലൊന്നും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയോടും കമ്മ്യൂണിസ്റ്റുകാരോടും കാണിക്കാൻ നിൽക്കരുത് എന്നാണ് താക്കീതായി പറയാനുള്ളത്. മാന്യതയാണെങ്കിൽ അധിക മാന്യത കാണിക്കുന്നവരാണ് ഞങ്ങൾ. മാന്യത വിട്ടാൽ നിന്റെ നെഞ്ചത്ത് കയറി താളമേളം ചവിട്ടും ഞങ്ങൾ. ഇതൊക്കെ കണ്ടും അനുഭവിച്ചും നിന്നേക്കാളും ശക്തിയും കരുത്തുമുള്ള ഒരുപാട് പോലീസുകാരെ നേരിട്ടുമാണ് ഞങ്ങൾ ഇവിടെ എത്തിയതെന്നാണ് സുരേഷ് ബാബു പറഞ്ഞിരിക്കുന്നത്. സംസ്ഥാനത്ത് ഭരണം മാറിയ പശ്ചാത്തലത്തിൽ പോലീസ് ഉദ്യോഗസ്ഥർ കാട്ടുന്ന ആവേശം കമ്മ്യൂണിസ്റ്റുകാരോട് വേണ്ടെന്ന മുന്നറിയിപ്പാണ് CPM ഇതിലൂടെ നൽകുന്നത്. ഗുണ്ടായുസം കാണിക്കാൻ പോലീസുകാർ മെനക്കെട്ടാൽ ആ ഗുണ്ടകളെ ഒതുക്കാനുള്ള കരുത്ത് ഇടതുപക്ഷത്തിനുണ്ടെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു. തിരുവനന്തപുരത്ത് റെയ്ഡ് കഴിഞ്ഞ് മടങ്ങിയ ED ഉദ്യോഗസ്ഥരെ CPM DYFI പ്രവർത്തകർ വഴിയിൽ തടയുകയും മർദ്ദിക്കുകയും ചെയ്ത സംഭവം നിയമക്കുരുക്കിലേക്ക് നീങ്ങുന്നതിനിടയിലാണ് പാലക്കാട് ജില്ലാ സെക്രട്ടറിയുടെ ഈ ന്യായീകരണം. കേരളത്തിൽ ഭരണം മാറിയെന്ന് വിചാരിച്ച് എന്ത് തോന്നിയവാസവും ചെയ്യാമെന്ന് കരുതണ്ട. ഇതൊരു സാമ്പിൾ വെടിക്കെട്ടല്ല, ഇതിൻ്റെ അപ്പുറമുള്ള നല്ല പൂരം കാണാനല്ല പോകുന്നത്. ഞങ്ങൾക്ക് EDയും ഇല്ല, ഒരു ചുക്കുമില്ല. കേന്ദ്ര ഏജൻസികളെ വെല്ലുവിളിച്ചുകൊണ്ടാണ് സുരേഷ് ബാബു വ്യക്തമാക്കിയിരിക്കുന്നത്. ഏതായാലും 10 വർഷം ഈ വെല്ലുവിളി ജനങ്ങളുടെ മുഖത്ത് നോക്കി വെല്ലുവിളിച്ചത് കൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഭരണം പോയി വീട്ടിലിരിക്കുന്നത്. ഇനിയും ഈ ഒരു അഹങ്കാരവും ഈ ഒരു കൊലവിളിയും തുടർന്നു കഴിഞ്ഞാൽ അടുത്ത 5 കൊല്ലം കഴിഞ്ഞാലും കമ്മ്യൂണിസ്റ്റ് ഭരണത്തിൽ വരുമെന്ന് യാതൊരു പ്രതീക്ഷയുമില്ല. തിരുവനന്തപുരത്തെ അക്രമ സംഭവത്തിൽ ഇതിനകം തന്നെ പാളയ ലോക്കൽ സെക്രട്ടറി IP ബിനു ഉൾപ്പെടെയുള്ള പ്രമുഖ CPM നേതാക്കൾ പോലീസിന്റെ പിടിയിലായിട്ടുണ്ട്. ഈ കേസ് കോടതിയിൽ ED തങ്ങൾക്ക് അനുകൂലമായ ആയുധമാക്കാൻ ഒരുങ്ങുന്നതിനിടെയാണ് പാർട്ടിയുടെ ജില്ലാ തലപ്പത്ത് നിന്ന് തന്നെ അക്രമത്തെ പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിലുള്ള പ്രസ്താവനകൾ വരുന്നത്. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ വീട്ടിൽ റെയ്ഡിനെത്തിയ ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസിൽ ഒളിവിലായിരുന്ന CPM പാളയം ലോക്കൽ സെക്രട്ടറിയും തിരുവനന്തപുരം കോർപ്പറേഷനിലെ മുൻ കൗൺസിലറുമായ IP ബിനു പോലീസിന് മുന്നിൽ കീഴടങ്ങിയിരുന്നു. കേസിലെ പ്രതികളായ മുൻ കൗൺസിലർമാരടക്കമുള്ള പ്രതികൾക്കായി പോലീസ് അന്വേഷണം നടക്കുന്നതിനിടെയാണ് IP ബിനു കീഴടങ്ങിയത്. ED ഉദ്യോഗസ്ഥർ സഞ്ചരിച്ച വാഹനത്തിന് നേരെ IP ബിനു മുട്ടെറിയുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ആക്രമിച്ചവരുടെ കൂട്ടത്തിൽ IP ബിനുവിനെയും ഉൾപ്പെടുത്തിയത്. ഇതോടെ കേസിൽ 16 പേരാണ് പിടിയിലായത്. കേസിൽ പ്രതികളായ ആറ്റുകാൽ ഉണ്ണിയും പാളയം സന്തോഷും ഒളിവിലാണ്. മ്യൂസിയം പോലീസിന് മുന്നിൽ കീഴടങ്ങുന്നുവെന്ന് IP ബിനു തന്നെയാണ് ഫേസ്ബുക്കിലൂടെ അറിയിച്ചത്. കഴിഞ്ഞ ദിവസം ED ഉദ്യോഗസ്ഥരുടെ വാഹനത്തിന് നേരെ ആക്രമണം അഴിച്ചുവിട്ടു എന്ന് ആരോപിച്ചുള്ള കേസിലാണ് ഞാൻ പോലീസിന് മുന്നിൽ എത്തുന്നത്, പിടിച്ചതല്ല പിടി കൊടുക്കുന്നതാണ് എന്നാണ് ബിനു ഫേസ്ബുക്കിൽ കുറിച്ചത്. പാർട്ടി ഏൽപ്പിച്ച ഉത്തരവാദിത്തങ്ങൾ 100% ആത്മാർത്ഥതയോടുകൂടി ചെയ്യുക എന്നതാണ് എൻ്റെ നിലപാടും ശരിയും. അതിനിടയിൽ നിരവധി തവണ ജയിൽവാസം അനുഭവിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം സഖാവ് പിണറായി വിജയനെയും കുടുംബത്തെയും ബന്ദിയാക്കി ED നടത്തിയ നാടക റെയ്ഡ്
അങ്ങേയറ്റ വിമർശനാത്മകവും പരിഹാസ്യവും ആണെന്ന് ബിനു പറയുന്നു. ഒരു തുള്ളി വെള്ളം പോലും കുടിക്കാൻ അനുവദിക്കാതെ ഇത് എന്ത് റെയ്ഡാണ്? ED ഡീലൊക്കെ സാധാരണ മനുഷ്യന് നന്നായി അറിയാം. സുപ്രീം കോടതി വരെ തള്ളിയ കേസുകളിൽ എന്ത് റെയ്ഡാണ്? ഇമാതിരിയുള്ള പ്രഹസന പരമ്പര സർക്കാർ ഏജൻസികൾ തുടർന്നാൽ ആഹ്വാനമില്ലാതെ തന്നെ കേരളം തെരുവിലിറങ്ങും. ഇത് ബംഗാളല്ല, കേരളമാണെന്നാണ് IP ബിനു ഫേസ്ബുക്കിൽ കുറിച്ചിരിക്കുന്നത്. അതേസമയം ED ഉദ്യോഗസ്ഥർക്കെതിരായ ആക്രമണത്തിൽ CPM പ്രവർത്തകർക്കെതിരെ പോലീസിനെ ആക്രമിച്ചതിന് മറ്റൊരു കേസെടുക്കും. പരിക്കേറ്റ പോലീസുകാർ മൊഴി നൽകിയിട്ടുണ്ട്. തലസ്ഥാനത്തുണ്ടായത് പോലീസിന്റെ ഗുരുതര വീഴ്ചയെന്നാണ് കേന്ദ്ര ഇന്റലിജൻസ് റിപ്പോർട്ട്. അതേസമയം റെയ്ഡിനെത്തിയ ഉദ്യോഗസ്ഥർക്കെതിരെയുണ്ടായ ആക്രമണം തിരിച്ചടിയാകുമെന്ന ആശങ്കയിലാണ് CPM. കാരണം പ്രതിഷേധം അതിരുവിടുന്ന കാഴ്ചയായിരുന്നു കണ്ടത്. അവിടെ ഉണ്ടായിരുന്ന ബിനീഷ് കോടിയേരി അടക്കം അടങ്ങി നിൽക്കാനും ആക്രമിക്കല്ലേ എന്ന് പറയുമ്പോഴും അവരുടെ വാഹനവും അവരുടെ ഡ്രൈവറെയും ED ഉദ്യോഗസ്ഥരെയും ആക്രമിക്കാൻ വിറളി പൂണ്ടെത്തുന്ന നേതാക്കളെയും അണികളെയുമാണ് കണ്ടത്. ഏതായാലും ആവേശമൊക്കെ തീർന്നു, പക്ഷേ ഒന്നും അവസാനിപ്പിച്ചിട്ടില്ല. യഥാർത്ഥത്തിൽ കളികൾ ED തുടങ്ങിയിട്ടുള്ളൂ എന്ന് ഇതിൽ നിന്ന് മനസ്സിലാക്കാം.